ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു അടിപൊളി ഫുഡ് കഴിക്കാൻ പോയാലോ? അപ്പോൾ ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ KSRTC സ്റ്റാൻഡാണ്. ആലപ്പുഴ KSRTC സ്റ്റാൻഡിലാണുള്ളത്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മളിത് KSRTC സ്റ്റാൻഡ് കവർ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ ബോട്ട് ജെട്ടി എടുത്ത് കൂടിയും നല്ല കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളങ്ങ് പോവുകയാണ്. കാരണം ഇന്ന് കുറേ നാളത്തെ ആഗ്രഹമാണ് ഞാനിന്ന് സാധിക്കാൻ പോകുന്നത്. ഞാൻ കുറേ നാളായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഫുഡ് എടുത്ത് ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാവരും യൂട്യൂബിലൊക്കെ ഇട്ടിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകണം. ഇത് കണ്ടോ, കപ്പപ്പായല കിടക്കുന്നത് കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. പക്ഷേ ഇത് നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഓടി. ഇതിപ്പോൾ നമ്മൾ പോകുന്നത് ചുങ്കർ റൂട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് ആൾക്കാരൊക്കെ ഇത് ഇവിടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ചൂണ്ടയിടുന്നുണ്ട്. ഒത്തിരി ഭംഗിയുള്ളൊരു പ്രദേശമാണ് കേട്ടോ. എനിക്ക് ഇതുവഴി എപ്പോൾ വന്നാലും മടുക്കാറില്ല. പക്ഷേ ഞാൻ ഒത്തിരി വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരുമ്പോഴൊക്കെ ഒന്നെങ്കിൽ ലേറ്റായിട്ടൊക്കെ പോകും. ഇതേ ഹൗസ് ബോട്ട്സൊക്കെ കിടക്കുന്നുണ്ടോ, ഇവിടെ നിറയെ ഹൗസ് ബോട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇനിയൊരു പാലം കയറി നമുക്ക് ഇറങ്ങണം. അപ്പോൾ അങ്ങനെ നമ്മളിത് ഇവിടുത്തെ കുറച്ച് കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും ഇന്ന് വരാൻ ഉദ്ദേശിച്ച സ്ഥലം എന്നാന്ന് വെച്ചാൽ എല്ലാവരും വന്ന് ഫുഡ് കഴിച്ചിട്ട് ഏറ്റവും നല്ല ഫുഡാണെന്നും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണെന്നും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും കഴിക്കാൻ പറ്റുന്നൊരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി നേരെ അങ്ങോട്ട് കയറുക. നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും, കുറേ പേരൊക്കെ വന്ന് കഴിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ ടേസ്റ്റൊക്കെ നിങ്ങളുടെ നാവിലൂടെ ഇപ്പോൾ ഓടും. കാരണം എന്നാന്ന് വെച്ചാൽ അത്രയ്ക്ക് അടിപൊളി ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സസ്പെൻസൊക്കെ കളഞ്ഞിട്ട് നേരെ അങ്ങോട്ട് കയറാം അല്ലേ. അടിപൊളി ഒരു ഫുഡാട്ടോ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതേ ബോട്ട് ജെട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട കാണിച്ചു തരാം. ഇത് കണ്ടോ, രാജക്കട കടയാണ് നമ്മൾ എത്തിയിരിക്കുന്ന. രാജക്കട കടയിൽ അടിപൊളി ഫുഡാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. ഞങ്ങൾ 3 ആളുണ്ട് കേട്ടോ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരെ ഞങ്ങൾ കയറുവാണ്. അപ്പം ഞാനും അനിക്കുട്ടിയും കൂടി ആദ്യം അകത്ത് കയറി കേട്ടോ. എന്നിട്ട് ഇക്ക വന്നിട്ട് ചോദിച്ചു ഫുഡ് എന്താ വേണ്ടതെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് നമുക്കിനി ഓർഡർ ചെയ്യാം. അപ്പം നമ്മൾ അകത്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ പുറത്തെ ഈ കായലിൻ്റെ ഭംഗിയൊക്കെ. ഇനി നമുക്ക് പ്ലേറ്റിലെടുത്ത് പുറത്ത് വന്ന് നിന്ന് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. വളരെ ചെറിയൊരു കടയാണ്. 1947 സ്റ്റാർട്ട് ചെയ്ത കടയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ ഉണ്ടാവും. ഫുഡെന്ന് പറഞ്ഞാൽ അതേ പഴംപൊരിയും ബീഫുമാണ് കേട്ടോ. നല്ല ചൂട് പഴംപൊരിയും അടിപൊളി ബീഫ് കറിയും. അതിൻ്റെ സ്മെല്ല് നമുക്ക് നല്ലതായിട്ട് കിട്ടും. അതുപോലെ അപ്പുറത്ത് കുക്ക് ചെയ്യുന്നതിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ജസ്റ്റ് ഞാനൊരു ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഇനി ഞാൻ കഴിക്കാൻ പോകാട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ്. ഏട്ടൻ പൊറോട്ട കേട്ടോ പറഞ്ഞു. ഏട്ടന് പൊറോട്ട മതി എന്ന് പറഞ്ഞു. പൊറോട്ടയും ബീഫും. അപ്പോൾ ഇവിടെ കുറച്ച് ഐറ്റംസുകളുണ്ട്. പക്ഷേ വളരെ കുറച്ച് സ്പേസ് ഉള്ളെങ്കിലും ഭയങ്കരമായിട്ട് കേട്ടോ വീഡിയോസ് ചെയ്യാനും അല്ലാതെ ഇത് വന്നവർ റിപ്പീറ്റ് വരുന്നുണ്ട് കേട്ടോ. കാരണം അത് ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. വിറകടുപ്പിൽ സ്ലോ കുക്ക്ഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പഴംപൊരിയും ബീഫുമാണ്. ബീഫെന്ന് പറഞ്ഞാൽ അടാറ് ബീഫാട്ടോ. അതിപ്പോൾ ഏട്ടൻ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ലൈറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. ഫാൻ കറങ്ങുമ്പോൾ ലൈറ്റിൻ്റെ വെട്ടം അടിക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുന്നുണ്ടോയെന്ന് എന്നോട് ചോദിച്ചതാട്ടോ. അപ്പോൾ ഇനി ഏട്ടൻ കഴിക്കട്ടെ. അപ്പോൾ ഏട്ടൻ കഴിച്ചിട്ട് വിവരങ്ങളൊക്കെ നമ്മളോട് പറയും കേട്ടോ. ഏട്ടൻ്റെ ഷർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളി ഇഷ്ടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഷർട്ട്. അപ്പോൾ ഇനി പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് ഏട്ടൻ എങ്ങനെയുണ്ടെന്ന് പറയും കേട്ടോ. ഏട്ടന് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ ഇതിനോടൊപ്പം ചായയും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ചായ സൂപ്പറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ചായയും കൂടി കഴിച്ച് നോക്കാം. കാരണം എനിക്കിതിപ്പോൾ കഴിച്ച് തുടങ്ങിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ആലപ്പുഴക്കാരത്തിയായിരുന്ന ഞാൻ കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും വിചാരിച്ച ചെറിയ കടയാണ്, ചിലപ്പോൾ ഇനി വൃത്തിക്കുറവുണ്ടാവും. എനിക്ക് അങ്ങനെയുള്ള കുറേ ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടുത്തെ വന്നപ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഭക്ഷണം തരുന്നു. നല്ല സ്നേഹമുള്ളവർ, നല്ല ടേസ്റ്റി, നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ അനിക്കുട്ടി എന്നോട് പറയും, അമ്മ ഇച്ചിരി ചൂട് കുറഞ്ഞ് പഴംപൊരി തന്നാൽ മതിയായിരുന്നു എന്ന്. കാരണം അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴം പൊരിച്ച് അലമാരിലോട്ട് ഇടുന്നു, അടുത്തത് പൊരിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. എനിക്കറിയില്ല കേട്ടോ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഇങ്ങനെ ഫുൾ ടൈം പഴംപൊരിയും ബീഫും കൊടുക്കുന്ന കടകളുണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിന് തൊട്ടടുത്ത് നമ്മൾ വേറൊരു ഷോപ്പും കൂടി കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നീട് ഒരിക്കൽ കയറാം. പക്ഷേ ഇത് പഴമയുള്ള, നല്ല രുചിയുള്ള, നല്ല പെരുമാറ്റമുള്ള നല്ലൊരു സ്ഥാപനത്തിൽ വന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ അതിനകത്ത് നിന്ന് നല്ല കുതിർന്നൊരു പഴംപൊരി ഏട്ടൻ എടുത്ത് കഴിക്കാൻ പോവാട്ടോ. നല്ല ടേസ്റ്റാട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്ലേറ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും വാങ്ങിച്ച് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ റേറ്റ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ
10 രൂപയുള്ളൂ പഴംപൊരിക്ക്, പൊറോട്ടയ്ക്ക് 10 രൂപ, ചായ 10 രൂപ. ഇപ്പം എല്ലാം 10 രൂപയാണ് കേട്ടോ. മൊത്തത്തിൽ നമ്മൾ ഒരു സെറ്റ് കഴിച്ച് വരുമ്പോൾ അതിന് മാത്രം പൈസ ആവുന്നില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ കഴിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര കൊതിയായിപ്പോയി ശരിക്കും. കഴിച്ചിട്ടും മതിയാവാത്തതുപോലെ അത്രയും ടേസ്റ്റി ആയിട്ട്. കാരണം ഞാൻ ഇത്രയും നന്നായി ഫുഡ് ആസ്വദിച്ചൊരു സമയം വളരെ കുറവാട്ടോ. ഇനി ഞാൻ പ്ലേറ്റ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കഴിച്ച പ്ലേറ്റ് ഇത് ഈ കോല, ഇത് ആനക്കുട്ടിയുടെ പ്ലേറ്റ് ഈ കോല. ഇനി ഏട്ടൻ ഇവിടെ ഏട്ടന് മതിയായാലും ചോദിച്ചു, ഏട്ടൻ ഇനി മേടിക്കണോ എന്ന് ചോദിച്ചിട്ട് ഇതേ വിരലൊക്കെ നക്കും കേട്ടോ. എനിക്ക് വയ്യ, ഇത് വിരൽ നക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇനി മേടിക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഇനി ഇവിടെ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട്, നമുക്കിനി പുറത്ത് പോയി കഴുകാം. അപ്പോൾ ഇത് ജസ്റ്റ് കായൽ ഇപ്പം ഇത് ഇവിടെ കണ്ടോ. ഇപ്പോൾ ആൾക്കാർ വന്ന് ബോട്ട് ജെട്ടിലേക്ക് അടുത്തതിൻ്റെ ആ ഒരു വെള്ളം അടിക്കുന്ന കേട്ടോ, തിരയുടെ എന്ത് വരുന്നത്. അപ്പോൾ ജസ്റ്റ് വാഷൊക്കെ ചെയ്തു. ഞങ്ങളിനി പൈസ കൊടുത്തിട്ട് നമ്മൾ പോരാൻ പോവാം കേട്ടോ. അപ്പോൾ ഇനി ഇത് വീണ്ടും ഞാൻ എന്തായാലും വരും. ഇത് നിങ്ങളെ വീഡിയോ എടുത്ത് കാണിച്ചാലും ഇല്ലെങ്കിൽ ഇതേ കുട്ടികളൊക്കെ ഇവിടെ ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. ഞാനിനി എന്തായാലും വരും. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഏട്ടാ എനിക്ക് മാസത്തിൽ ഒരു തവണ ഇവിടെ വന്ന് ഫുഡ് കഴിക്കണം, അതെൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ചില കടകളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഗൂഗിൾ പേ ചെയ്ത് പൈസ കൊടുക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം കേട്ടോ നിങ്ങൾക്ക് എത്ര രൂപ ടോട്ടൽ ഞങ്ങളുടെ ബില്ലായി എന്ന് ഞാൻ പറയാം. അപ്പം നമ്മൾ പൈസയൊക്കെ ഇനി കൊടുത്തിട്ട്, അപ്പം ഞാൻ സമയവും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് രാവിലെ 7 മണി മുതൽ വന്നാൽ മതി, അപ്പോൾ എല്ലാ ഫുഡും ഉണ്ടാവും, പിന്നെ വൈകിട്ട് 7 മണി വരെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ട് പതുക്കെ ഇനി പോവുക കേട്ടോ. അപ്പോൾ ഈ കായൽ ഭംഗിയൊക്കെ കുറച്ച് ആസ്വദിച്ച് ഇവിടെയൊക്കെ കറങ്ങി നടന്നതിന് ശേഷം നമുക്കിനി പോവാം. അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇവിടെ വന്ന് രാജക്കട കടയിൽ വന്ന് കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വന്ന് കഴിക്കണം. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഈ പാലം കയറി ഇറങ്ങുമ്പോഴാണ് ആവുന്നത്. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും കായലിൽ നിന്നൊക്കെ വെള്ളമൊക്കെ എടുക്കും കേട്ടോ. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.